നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുഖ്യമന്ത്രി വിളിച്ച പ്രത്യേക മന്ത്രിസഭായോഗം ഇന്ന് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് സൂചന. തീരുമാനമെടുക്കാതെ മാറ്റിവെച്ച ഭൂരിഭാഗം ഫയലുകളും മന്ത്രിസഭായോഗം പരിഗണിക്കും. നിലവിൽ റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കഴിഞ്ഞ തവണത്തെ മീറ്റിംഗ് അത് പൂർണ്ണമായും പൂർത്തിയായിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം അന്ന് നീക്കിവെച്ച ഫയലുകളുണ്ട്. അതിന്മേലൊക്കെ അതിവേഗം ഇന്ന് തീരുമാനമുണ്ടാകുമെന്നറിയുന്നു. നമ്മളൊരു ക്ലോസ് സോഴ്സുമായിട്ട് അന്വേഷിച്ചപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നത് ഈ താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അങ്ങനെ പൊതുവായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവില്ല. ഏതെങ്കിലും കേസുകളിലൊക്കെപ്പെട്ട താൽക്കാലിക നിയമനങ്ങൾ മാത്രമേ സ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെയുണ്ടോ എന്ന് നമുക്ക് നിശ്ചയമില്ല. എങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് ആണ് ഇന്ന് നടക്കുന്നത്, അല്ലേ റോഷി? അരുൺകുമാർ, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒരുപക്ഷെ മാർച്ച് ആദ്യവാരം ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവെ കണക്കുകൂട്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് നിരവധി ഫയലുകൾ അത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി വന്ന് അത് ചില കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചതടക്കം അതിൽ ഇന്ന് തീർപ്പ് കൽപ്പിക്കുക എന്നതാണ് മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രിസഭാ യോഗം ചേർന്നതാണ്. ഈ ആഴ്ച തന്നെ രണ്ടാമതൊരു പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചത്. മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാർ എല്ലാവരും ഓൺലൈനിലാണ് മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗമാകുന്നത്. അതിൽ നിലവിൽ തീരുമാനമാകാത്തത് വിശദമായി പരിശോധിച്ച് അതിൽ തീരുമാനം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. ഈ കാര്യങ്ങൾ അതാത് വകുപ്പുകൾക്ക് നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയതാണ്. ഒരുപക്ഷെ അടുത്ത ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗം ചേരും. നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ചേരുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള മന്ത്രിസഭാ യോഗം കൂടിയാണ്. എന്തെങ്കിലും സഭയിൽ പാസ്സാക്കേണ്ടതുണ്ടെങ്കിൽ അതുകൂടി ഇന്നത്തെ മന്ത്രിസഭയുടെ പരിഗണനയിൽ വരും. ഏതായാലും ചില താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള അപേക്ഷകൾ സർക്കാരിന് മുന്നിൽ. അതിൽ പ്രധാനപ്പെട്ടത് സീഡിറ്റിലേതാണ്. സീഡിറ്റിലെ താൽക്കാലിക നിയമനം നേരത്തെയൊക്കെ വലിയ വിവാദങ്ങളായതാണ്. അങ്ങനെ ഏതാണ്ട് 20ഓളം വരുന്ന നിയമനങ്ങൾ, 10 വർഷത്തിലേറെയായിട്ടുള്ള 20ഓളം വരുന്ന നിയമനങ്ങൾ അത് സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ. ഒരുപക്ഷെ അതിന്ന് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട തീരുമാനങ്ങളും പ്രതീക്ഷിക്കുന്നു. കാരണം ഇനി 1-2 മന്ത്രിസഭാ യോഗം മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. കാരണം അടുത്ത മാസം ആദ്യവാരം ഒരുപക്ഷെ 3-ാം തീയതിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാർച്ച് മാസത്തിൽ മന്ത്രിസഭാ യോഗം ചേരാൻ കഴിയില്ല. പ്രഖ്യാപനങ്ങൾ നടത്താനും കഴിയില്ല. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. താങ്ക് യു റോഷിപാൽ, താങ്ക് യു. ചില വകുപ്പുകളിൽ, ചില കേസുകളിൽ കുടുങ്ങിയിരിക്കുന്ന ചില താൽക്കാലിക നിയമനങ്ങൾ അടക്കം സ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മന്ത്രിസഭാ യോഗത്തിന് മാത്രമേ അറിയൂ. എന്തായാലും പൊതുവായിട്ട് താൽക്കാലിക നിയമനങ്ങളൊന്നും സ്ഥിരപ്പെടുത്താനുള്ള ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ നിൽക്കെ. അത് സർക്കാരിൻ്റെ നയമല്ലെന്ന് നേരത്തെ സർക്കാർ പറയുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു. നമ്മൾ അന്വേഷിച്ചപ്പോഴും അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറിയട്ടെ എന്താണ് ക്യാബിനറ്റിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളെന്ന്. മനസ്സിലാക്കുന്നതനുസരിച്ച് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ പൂർത്തിയാകാത്ത ഫയലുകൾ ഇന്ന് പൂർത്തിയാക്കുക. കൂടുതൽ ഫയലുകൾ വരുന്നു. സർക്കാർ മാറാൻ പോകുന്ന സമയമാണ്. അപ്പോൾ അതെല്ലാം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കണം. ഏത് നിമിഷവും നമ്മൾ അടുത്തയാഴ്ചയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രഖ്യാപനത്തിനും സാധ്യതയില്ല.